യോ ഗൈസ്, രാത്രി പാതിരയ്ക്ക് ഞാനിത് എങ്ങോട്ടാ പോകണം നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് സംഭവം എന്താ അറിയോ, നമ്മളെ വീടിനടുത്ത ലക്ഷം വളരെ സീരിയസ് പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ പരിപാടി നടക്കുന്നത് പറയുമ്പോൾ നമ്മളങ്ങോട്ട് പോയി. എന്ത് പരിപാടി അറിയില്ല, കഞ്ചാവ് പിടുത്തം. യെസ്, കഞ്ചാവ് പിടുത്തം. എക്സൈസ് മുതൽ എല്ലാവരും വന്നിട്ടുണ്ട്. എവിടെ നോക്കിയാലും നാട്ടുകാരൊരു കളി തന്നെയാണ് കേട്ടോ. സത്യം പറയാൻ ചന്തയ്ക്ക് പോയ അവസ്ഥയാണ്. എവിടെ നോക്കിയാലും നാട്ടുകാരാണ് കേട്ടോ. അത് സംഭവം എന്താ വെച്ചാൽ 206 ഗ്രാം ബ്രൗൺ ഷുഗർ ആണെന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. എനിക്ക് അറിയത്തില്ല, ബട്ട് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും അത്രയും സാധനം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 3 പ്രതികളുണ്ട്. വാടക വീട്ടിൽ കൂടുന്ന ബംഗാളീസ് ആയിരുന്നു ഇവർ. അന്നപ്പം ഏകദേശം 3 പ്രതികളുണ്ട്. ഒരാളെ പിടിക്കപ്പെട്ടു, ഒരാൾ ഓടിപ്പോയിട്ടുണ്ട്, മറ്റൊരാൾ പുറത്തായിരുന്നു ഈ സമയത്ത്. പിന്നെ ഇവിടെ എക്സൈസ് കിട്ടിയ ആളെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നാട്ടുകാർ നിങ്ങൾക്ക് കാണാം, എവിടെ നോക്കിയാലും നാട്ടുകാരാണ്, ഫുള്ള് നാട്ടുകാരാണ്. സംഭവം വലിയ പിടുത്തൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റും പോലെ സാധനമൊക്കെ റെക്കോർഡ് ചെയ്തിങ്ങനെ നമ്മൾ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സൈസ് ഫസ്റ്റ് പ്രതിനെ പിടിച്ച് ഓല് പോയപ്പോഴേക്ക് നാട്ടുകാർ ഫുള്ള് കച്ചറ. എന്തിനാണെന്ന് എനിക്കറിയില്ല, ആദ്യം പറഞ്ഞേക്കാം. പക്ഷേ കച്ചറേൻ്റെ ഒരു കാര്യം നടന്നത്, അതാണ് എക്സൈറ്റ്മെൻറ്റ്. ഈ 3ാമത്തെ പ്രതിയില്ലേ ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട്. എന്നപ്പോൾ എല്ലാവരും പിന്നെ ഓട്ടോറിക്ഷേൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ 3ാമത്തെ പ്രതിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മൾ ലേശം ബ്ലറാക്കുകയാണെന്നാലും കുഴപ്പമില്ല. ഇതാണ് നമ്മളെ 3ാമത്തെ പ്രതി. അന്നിപ്പം എന്താ പറയുക, ഇവിടെ കിട്ടിയപ്പോഴേക്ക് തന്നെ നമ്മൾ നേരെ എക്സൈസിനെ തിരിച്ച് വിളിച്ച് അവരെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എക്സൈസ് റിട്ടേൺ വരുമ്പോഴേക്ക് നമ്മളിതാ കുറച്ചു നേരം ചോക്കുമ്പോൾ നാട്ടുകാരെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് അതിനൊന്നും മനസ്സിലായില്ല കേട്ടോ. കാരണം അതിന് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ, അത് വേറെ കാര്യം. അതിനുശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് എക്സൈസ് വന്നിട്ടുണ്ട്. എക്സൈസ് വന്നപ്പോഴേക്ക് പിന്നെയും ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യൽ. സത്യം പറയില്ല, ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യൽ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. പക്ഷേ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത പണിയിലേക്ക് കിടക്കാം. എന്താ പറയുക, എവിടെ നോക്കിയാലും നാട്ടുകാരാണ് കേട്ടോ. ഫുള്ള് കുഴപ്പം. എന്താ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇങ്ങനെ നടന്ന സമയം നടക്കില്ല, നമുക്ക് വീട്ടിൽ പോവാം. സത്യം വരട്ടെ, ഇന്നത്തെ രാത്രി വല്ലാത്തൊരു രാത്രിയായിരുന്നു. വളരെ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയൊരു രാത്രിയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഓക്കെ ഗൈസ്, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതിരിക്കുക. അതപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ലേശം സീരിയസ് വീഡിയോ ആയിരുന്നു. ശരി, എന്നാൽ ബൈ. ഓക്കെ ഗൈസ്.